നമുക്കൊന്ന് NDA ക്യാമ്പിലേക്ക് കൂടി പോകാം. AK അഭിലാഷ്, നവ്യ ഹരിദാസ് വന്നപ്പോൾ K സുരേന്ദ്രൻ പിടിച്ച വോട്ടിനൊപ്പം എത്തുമെന്ന് തന്നെയാണ് കരുതിയത്. എത്രത്തോളം വോട്ട് കുറഞ്ഞിട്ടുണ്ട് NDAക്ക്? അത് ഈ പോളിംഗ് ശതമാനം വെച്ച് നോക്കുമ്പോൾ അത്രയ്ക്ക് കുറഞ്ഞിട്ടുണ്ടോ? അതായത് CPIയുടെ വോട്ടുകൾ കുറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് ആ ഒരു കമ്പാരിസൺ, അഭിലാഷ്? സുജിയ, ദേശീയ തലത്തിൽ തന്നെ പ്രിയങ്ക ഗാന്ധി കന്നി മത്സരത്തിന് ഇറങ്ങുന്ന ഘട്ടത്തിൽ വലിയ തരത്തിൽ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒരു മണ്ഡലം കൂടിയാണ് വയനാട്ടിലെ തെരഞ്ഞെടുപ്പ്. പ്രധാനമായും BJPയെ സംബന്ധിച്ച് ഇത് വലിയൊരു വിഷയം തന്നെയായിരിക്കുകയും ചെയ്തു. പക്ഷേ ഇവിടെ 8 നിലയിൽ പൊട്ടുന്ന നിലയിലേക്ക് തന്നെ BJP പോയിരിക്കുന്നതാണ്. കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 1,40,000-ലധികം വോട്ടുകൾ BJP നേടിയിരുന്നെങ്കിൽ ഇന്ന് ഏതാണ്ട് 1,10,000-ത്തിനടുത്ത് വോട്ടുകൾ മാത്രമാണ് BJPക്ക് നേടാൻ കഴിഞ്ഞതുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. രാഷ്ട്രീയമായി ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയെ തന്നെയാണ് BJP അണിനിരത്തിയെന്ന് പാർട്ടിക്കുള്ളിൽ തന്നെ ആക്ഷേപമുണ്ട്. അതായത് K സുരേന്ദ്രനോ അതോടൊപ്പം തന്നെ ശോഭാ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കൾ ഇവിടെ സ്ഥാനാർത്ഥിയെ എത്തുമെന്നായിരുന്നു ആദ്യ സൂചനകളെങ്കിൽ പിന്നെ നവ്യ ഹരിദാസിലേക്ക് ചുരുങ്ങുന്ന നിലയായിരുന്നു. അവരുടെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെക്കുറിച്ചൊന്നും യാതൊരു തരത്തിൽ അഭിപ്രായ ഭിന്നതയില്ലെങ്കിൽ പോലും രാഷ്ട്രീയമായി ദുർബലയായ ഒരു സ്ഥാനാർത്ഥിയായിരുന്നു. കാരണം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന തെരഞ്ഞെടുപ്പിൽ അതായത് പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് വരുന്ന ഒരു ഘട്ടത്തിൽ അവിടെ ഒരു മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒരു നേതാവായിരുന്നോ ഈ നവ്യ ഹരിദാസ് എന്നുള്ള ചോദ്യം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനം നേരത്തെ സുരേന്ദ്രന് വേണ്ടി പ്രവർത്തിച്ചതുപോലെ തന്നെ വയനാട്ടിൽ പ്രവർത്തിച്ചോ എന്നുള്ള സംശയം കൂടി ഉടലെടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് അടിത്തട്ടിൽ ഗ്രാസ് റൂട്ടിൽ ഇറങ്ങിയുള്ള ഒരു പ്രവർത്തനം BJPയുടെ ഭാഗത്തുണ്ടായിരുന്നില്ല എന്നുള്ള ആക്ഷേപം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന ഒരു ഘട്ടം കൂടിയുണ്ട്. ഏതായാലും നവ്യ ഹരിദാസിനെ സംബന്ധിച്ച് 1,10,000-ൽ താഴെ വോട്ടുകൾ മാത്രമാണ് നേടാൻ കഴിഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വളരെ നിർണായകമായ ഒരു കാര്യം കൂടിയാണ്. കാരണം ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ കുറഞ്ഞ വോട്ടുകളിലേക്ക് പോയത്. ഏതായാലും നമുക്കറിയാം, തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിക്കുന്നു. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപിക്ക് കേന്ദ്രമന്ത്രി സ്ഥാനം നൽകുന്നു. അതിനുശേഷം BJP ഇവിടെ നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ തരത്തിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുകയും ചെയ്തു. കാരണം വലിയ തരത്തിൽ വോട്ട് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു BJPയുടെ ഭാഗത്തുണ്ടായത്. പക്ഷേ പാലക്കാടിന് പിന്നാലെ വയനാട്ടിലും വോട്ടിംഗ് ശതമാനം കുറയുകയും വോട്ട് വിഹിതം കുറയുകയൊക്കെ ചെയ്തത് BJPയെ സംബന്ധിച്ച് വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കും. അതോടൊപ്പം തന്നെ സംഘടനാ സംവിധാനത്തിലെ ഇത്തരത്തിൽ വീഴ്ചകൾ കൂടി വലിയ തരത്തിൽ പ്രശ്നത്തിലേക്ക് കൊണ്ടുപോകുന്നതിനാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. സുജിയ. AK അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്.